ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു യാത്ര പോയാലോ? അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല, നേരെ ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക്, അതിന്റെ അടിത്തറയിലേക്ക്. കോടിക്കണക്കിന് വർഷങ്ങളുടെ കഥ പറയുന്ന, ഇന്ത്യ എന്ന വലിയ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയായ ഉപദ്വീപീയ പീഠഭൂമിയുടെ രഹസ്യങ്ങൾ നമുക്ക് അടുത്തറിയാം. ഇനി ഈ പീഠഭൂമിയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു വഴി നോക്കാം. ഇതൊരു ഒരു ഭീമാകാരനായ കൽമേശയാണെന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരുപാട് കാലം പഴകിയ നല്ല ഉറപ്പുള്ള ഒരു മേശ. ഈ ഒരു ആശയം മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഇതിന്റെ പഴക്കം, ഉറപ്പ്, സ്വഭാവം എല്ലാം നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ശരി, അപ്പം നമ്മുടെ കയ്യിൽ ഈ വലിയൊരു കൽമേശയുടെ ചിത്രം മനസ്സിലുണ്ടല്ലോ. ഇനി ഇതിന്റെ അതിരുകൾ, അതിന്റെ എഡ്ജസ് എവിടെയൊക്കെയാണെന്നൊന്ന് നോക്കാം, അല്ലേ? ഇതിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, ഒരു ത്രികോണം. കൃത്യമായൊരു ത്രികോണമല്ല, എന്നാലും ഇന്ത്യയുടെ തെക്കുഭാഗത്ത് നോക്കിയാൽ ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണിത് കിടക്കുന്നത്. അപ്പോൾ ഈ മേശയുടെ 4 മൂലകളും നമുക്കൊന്ന് അടയാളപ്പെടുത്താം. വടക്ക് പടിഞ്ഞാറ് നോക്കിയാൽ ആരവല്ലി മലനിരകളുടെ ഭാഗമായ ഡൽഹി റിഡ്ജ് കാണാം. അവിടുന്ന് കിഴക്കോട്ട് വന്നാൽ രാജ്മഹൽ കുന്നുകൾ. ഇനി പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്തിലെ ഗിർ മലനിരകളാണ് അതിര്. നേരെ തെക്കോട്ട് വന്നാലോ, അത് നമ്മുടെ സ്വന്തം ഏലമലകളാണ്. അപ്പോൾ കണ്ടില്ലേ എത്ര വലിയൊരു ഏരിയയാണിത്? ഒരു സംശയം, ഇത്രയും വലിയ ഈ കൽമേശ ഒറ്റയ്ക്കല്ലിൽ തീർത്തതാണോ, അതോ ഇതിനിടയിൽ എവിടെയെങ്കിലും വിള്ളലുകളോ പൊട്ടലുകളോ വല്ലതും ഉണ്ടോ? ഉണ്ട്, ഒരു വലിയ വിള്ളലുണ്ട്. ഈ പീഠഭൂമി അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും നീണ്ടുകിടക്കുന്നുണ്ട്. ഷിലോങ്, കർബി ആംഗ്ലോങ് പീഠഭൂമികളൊക്കെ ഇതിന്റെ ഭാഗമാണ്. പക്ഷേ പ്രധാന ഭാഗത്ത് നിന്ന് അതിനെ വേർതിരിക്കുന്ന ഒരു വലിയ വിടവുണ്ട്. ആ വിള്ളലിനെയാണ് നമ്മൾ മാൾഡ ഫ്രൻഷം അല്ലെങ്കിൽ മാൽഡ ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മേശയുടെ ചുറ്റുമൊന്ന് നടന്നു കണ്ടു. ഇനി നമുക്കിതിന്റെ മുകളിലേക്ക് കയറി നോക്കാം. ഈ മേശപ്പുറത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയണ്ടേ? പ്രധാനമായും ഇതിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഏതൊക്കെയാണെന്നല്ലേ? 1. മധ്യ ഉന്നതതടങ്ങൾ, അതായത് ദ സെൻട്രൽ ഹൈലൻഡ്സ്. 2. ഡെക്കാൻ പീഠഭൂമി, ദ ഡെക്കൻ പ്ലാറ്റോ. പിന്നെ 3-ാമത്തേത് വടക്ക് കിഴക്കൻ പീഠഭൂമി, ദ നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റോ. നമുക്ക് ആദ്യത്തെ ഭാഗമെടുക്കാം, സെൻട്രൽ ഹൈലാൻഡ്സ്. പേരുപോലെ തന്നെ ഇതു ഏകദേശം മധ്യത്തിലായിട്ടാണ്. നർമ്മദ നദിയുടെ വടക്ക് ഭാഗത്താണിതിന്റെ സ്ഥാനം. നമ്മൾ കേട്ടിട്ടുള്ള മാൽവ പീഠഭൂമിയൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇനി 2-ാമത്തേത് ഡെക്കൻ പീഠഭൂമി. ഇതാണിതിലെ ഏറ്റവും വലിയ താരം. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഈ ഡെക്കൻ പീഠഭൂമിയാണ്. ഇതിന്റെ 2 സൈഡിലായിട്ട് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും അതിരിടുന്നു. ഈ പ്രദേശത്തിന്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ ഒരു കണക്ക് പറയാം. ഇവിടത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണെന്നറിയാമോ? അത് നമ്മുടെ കേരളത്തിലുള്ള ആനമുടിയാണ്. 2695 മീറ്റർ, അതായത് ഏകദേശം 9000 അടി ഉയരം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇനി 3-ാമത്തെ ഭാഗം വടക്ക് കിഴക്കൻ പീഠഭൂമി. ഓർമ്മയില്ലേ, മാൾഡ ഫ്രംഷം കൊണ്ട് വേർപെട്ടുപോയ ആ ഭാഗം? ഇത് ധാതുക്കളുടെ ഒരു കലവറയാണ്. കൽക്കരി, ഇരുമ്പയിര്, ചുണ്ണാമ്പുകല്ല്, അങ്ങനെ ഒരുപാട് ധാതുക്കൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വ്യവസായങ്ങൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ്. ശരി, നമ്മൾ ഈ മേശപ്പുറത്തുള്ള പ്രധാന ഭാഗങ്ങളൊക്കെ കണ്ടു. ഇനി ഒരു രസകരമായ കാര്യം നോക്കാം. ഈ വലിയ കൽമേശയിൽ കുറച്ച് വെള്ളമൊഴിച്ചാൽ എങ്ങോട്ടായിരിക്കും അതൊഴുകി പോവുക? അതായത് ഇതിന്റെ ചെരിവെങ്ങോട്ടാണ്? അതിന് കൃത്യമായൊരു ഉത്തരമുണ്ട്. ഈ പീഠഭൂമിക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒരു നേരിയ ചരിവുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഗോദാവരി, കൃഷ്ണ, കാവേരി അങ്ങനെ ഒട്ടുമിക്ക വലിയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നൊക്കെ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നത്. അപ്പോ ഈ നദികളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പീഠഭൂമിയിലെ നദികളും ഹിമാലയത്തിൽ നിന്നുള്ള നദികളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഹിമാലയ നദികളെ എപ്പോഴും മഞ്ഞുരുകി വരുന്നതുകൊണ്ട് അതിൽ വെള്ളമുണ്ടാവും, അവയ്ക്ക് പ്രായം കുറവുമാണ്. പക്ഷേ നമ്മുടെ ഇവിടത്തെ നദികൾക്ക് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പിന്നെ അവ പ്രധാനമായും മഴയെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് വേനൽക്കാലത്തൊക്കെ വെള്ളം കുറയും. ഇത്രയും കാലം വെയിലും മഴയും കാറ്റുമൊക്കെ കൊണ്ട് ഈ കല്ലുമേശയിൽ ഒരുപാട് കൊത്തുപണികൾ പ്രകൃതി തന്നെ ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് സവിശേഷമായ ഭൂരൂപങ്ങൾ ഇവിടെയുണ്ടായി. ടോറുകൾ, ബ്ലോക്ക് പർവ്വതങ്ങൾ, പിന്നെ ഭ്രംശ താഴ്വരകൾ അഥവാ റിഫ്റ്റ് വാലികൾ, ഇതൊക്കെ അതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രം. അപ്പോ എല്ലാ നദികളും കിഴക്കോട്ടാണ് ഒഴുകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ? പക്ഷേ അതിനൊരപവാദമുണ്ട്. 2 പ്രധാന നദികൾ, നർമ്മദയും താപ്തിയും, പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. എന്താ കാരണം? കാരണം അവ ഒഴുകുന്നത് ഈ പീഠഭൂമിയിലെ വലിയ വിള്ളലുകളിലൂടെയാണ്, ഭ്രംശ താഴ്വരകളിലൂടെ. അങ്ങനെ നേരെ പോയി അറബിക്കടലിൽ ചേരുന്നു. ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്.
എന്തുകൊണ്ടാണ് ഈ പീഠഭൂമിയെ ഇന്ത്യയുടെ അടിസ്ഥാനശില അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം. കാരണം ഇത് ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും സ്ഥിരതയുള്ള ഒരു ഭൂപ്രദേശമാണ്. പണ്ട് എല്ലാ വൻകരകളും ഒന്നായിരുന്ന ഗോണ്ട്വാന ലാൻഡിന്റെ ഒരു ഭാഗമായിരുന്നു ഇത്. അതുകൊണ്ട് എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഹിമാലയത്തെപ്പോലെയല്ല, ഇത് വളരെ ഉറച്ച സ്റ്റേബിൾ ആയിട്ടുള്ള ഒരിടമാണ്. അപ്പോ ഇതിന്റെ ഒരു ശരാശരി ഉയരം എത്രയാണെന്നറിയാമോ? ഏകദേശം 600 മുതൽ 900 മീറ്റർ വരെയാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉയരത്തിൽ പരന്നുകിടക്കുന്ന ഒരു വലിയ മേശ. അപ്പോ നമ്മൾ തുടങ്ങിയ ആ കൽമേശ എന്ന സങ്കല്പത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. കോടിക്കണക്കിന് വർഷങ്ങളായി ഒരു ചലനവുമില്ലാതെ ഉറച്ചു നിൽക്കുന്ന, അതിൽ വീഴുന്ന വെള്ളത്തെയെല്ലാം ഒരു വശത്തേക്ക്, അതായത് കിഴക്കോട്ട് ഒഴുക്കിവിടുന്ന ഒരു ഭീമാകാരമായ പുരാതനമായ കൽമേശ. അതാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുറ്റുമുള്ള ലോകം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്രയും കാലം ഒരു മാറ്റവുമില്ലാതെ നിലകൊണ്ട ഈ പുരാതന അടിത്തറ ഇനിയും എന്തെല്ലാം രഹസ്യങ്ങളായിരിക്കും അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക? അതൊരു വലിയ ചോദ്യമാണല്ലേ?